ശ്യാം ദേവരാജ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്യാം ദേവരാജ്, ടി ജി മോഹൻദാസിന് ഇന്ന് ജാമ്യം കിട്ടിയേക്കുമെന്ന് വലിയ പ്രതീക്ഷ. ഇപ്പോൾ ടി ജി മോഹൻദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുതൽ വലിയ രാഷ്ട്രീയ പിന്തുണയൊക്കെ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇന്ന് കോടതിയിൽ പോലും BJP നേതാക്കളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. വലിയ ആനുകൂല്യം കിട്ടി പോലീസിന്റെ ഭാഗത്തു നിന്ന് വിമർശനം ഉണ്ടാകില്ലേ ശ്യാം? അത്തരമൊരു ആനുകൂല്യം കിട്ടി എന്ന് തന്നെ നമ്മൾ ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രധാനമായും ചുമത്തിയ വകുപ്പുകളിൽ ഒരെണ്ണം മാത്രമാണ് അതീവ ഗൗരവതരമായ വകുപ്പ് ഉണ്ടായിരുന്നത്. അത് പൊതുജന മധ്യത്തിൽ BNS നിയമത്തിലെ 353(1)B അനുസരിച്ചുള്ള വകുപ്പാണ്. ഇത് പൊതുജന മധ്യത്തിൽ ഭീതിയോ പരിഭ്രാന്തിയോ പരത്തുന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തുക എന്നതാണ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ രീതിയിൽ വ്യാജ പ്രചരണം നടത്തി എന്നതാണ്. CJP സമരവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണം നടത്തി എന്നതാണ് ആ രീതിയിൽ ആ വകുപ്പ് ചുമത്താനുള്ള കാരണം. അത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. അത്തരമൊരു കുറ്റം മാത്രമാണ് ടി ജി മോഹൻദാസിനെതിരെ പോലീസ് ചുമത്തിയിരുന്നത്. കാരണം ഇതിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അധിക്ഷേപം ഉൾപ്പെടെ ആ രീതിയിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടും പോലീസ് ആ രീതിയിലുള്ള ഏതെങ്കിലും വകുപ്പുകൾ ആദ്യഘട്ടത്തിൽ ചുമത്തിയിട്ടില്ല, ഇതുവരെയും ചുമത്തിയിട്ടില്ല. ആദ്യ എഫ്ഐആറിൽ ചുമത്തിയിട്ടില്ല, അനുബന്ധമായി ചുമത്തിയെന്ന് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയെന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടില്ല. ആ ഒരു സാഹചര്യം ടി ജി മോഹൻദാസിന് കോടതിയിൽ അനുകൂലമായി എന്നതാണ് നമ്മൾ ആ ജാമ്യാപേക്ഷയിലെ വാദം കേൾക്കുന്നതിനിടെ ഉള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ജിസ്മോന്റെ പരാതിയിലാണ് സൈബർ പോലീസ് ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത്. സമാനമായ 2 പരാതികൾ കൂടി ഉണ്ടായിരുന്നല്ലോ. ആ പരാതികൾ ഇപ്പോൾ എന്താണ് അവസ്ഥ? അത്തരം കേസുകളിൽ അതായത് ടി ജി മോഹൻദാസിനെതിരെ ഇതുവരെയും ഒരൊറ്റ എഫ്ഐആർ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ആ എഫ്ഐആർ അനുസരിച്ച് മാത്രമാണ് ആ എഫ്ഐആറിലാണ് ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു പരാതികൾ കൂടി പരിശോധിക്കുക, അതിന്റെ ഉള്ളടക്കം കൂടി, അതായത് ആ പരാതികളിൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനടക്കം പോലീസ് തയ്യാറായിരുന്നില്ല. കാരണം സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്കടക്കം വനിതാ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ 4 സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. അതിൽ പ്രധാനമായി ഉന്നയിച്ചിരുന്നത് ഈ ലൈംഗിക അധിക്ഷേപ പരാമർശങ്ങളാണ്. പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല, അഥവാ ആ വകുപ്പുകൾ ചുമത്താൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റു പരാതികളെല്ലാം അവിടെ തന്നെ ഇരിക്കുന്നു. അഥവാ അവിടെയാണ് ഒരു സാഹചര്യം ഒരുങ്ങുന്നത് ശ്യാം ദേവരാജ്. അതായത് ടി ജിസ്മോന്റെ പരാതിയിൽ ഊന്നൽ നൽകുന്നത് ഈ വിദ്യാർത്ഥികൾക്കെതിരായ ആക്രമണങ്ങൾ ആഹ്വാനം ചെയ്യുന്ന പരാമർശങ്ങളാണ് ടി ജിസ്മോന്റെ പരാതിയിൽ ഊന്നൽ നൽകുന്നത്. അതായത് വിദ്യാർത്ഥികളെ ആക്രമിക്കും, ജനാധിപത്യ വിരുദ്ധമായ പരാമർശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, അംഗഭംഗം സംഭവിപ്പിക്കുമെന്നും ശവങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നതടക്കമുള്ള വിദ്യാർത്ഥികൾക്കെതിരായ ആക്രമണങ്ങളുടെ പരാതിക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ടി ജിസ്മോന്റെ പരാതി. പക്ഷേ വനിതാ നേതാക്കൾ അടക്കം നൽകിയ പരാതിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തുന്നതും അവരുടെ ശരീരവർണ്ണനകൾ അടക്കം പറയുന്നതും അവർ കൂട്ടബലാത്സംഗം കൊതിക്കുന്നവരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതുമായ പരാതികൾ കേസെടുത്തിട്ടില്ല. അപ്പൊ ഈ കേസിൽ എന്തുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് ചേർത്തിട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരാതിയിൽ കേസെടുത്ത പരാതിയിൽ ഊന്നൽ നൽകുന്നത് മറ്റു കാര്യങ്ങൾക്കാണ്. പക്ഷേ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാമർശങ്ങൾ ഉൾപ്പെടുന്ന പരാതികൾ തൊട്ടിട്ടുമില്ല. അത്തരം പരാതികളിലേക്ക് കടന്നിട്ടേ ഇല്ല. മാധു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പരാതി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഈ SDPയുടെ ഒരു SDP നേതാവ് അബ്ദുൽ ഖാസിം നൽകിയ പരാതിയിൽ എടുത്ത് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യാപേക്ഷ പോലീസ് ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത്. ടി ജിസ്മോന്റെ കേസിലല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പരാതിയിൽ അത്തരം ലൈംഗിക അധിക്ഷേപം പരമായ അത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ കേസെടുക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഈ പരാതിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കേസെടുത്തിട്ടില്ല. അതായത് ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന ടീമാണ് അവിടെ സമരം നടത്തുന്നതടക്കമുള്ള ടി ജി മോഹൻദാസിന്റെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം പരാമർശങ്ങൾ ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പോലും അക്കാര്യം പരിശോധിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അഥവാ അതിനനുസരിച്ച് ഒരു കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. താരതമ്യേന 5 വർഷമോ അതിൽ താഴെയാണ് ശിക്ഷയെങ്കിൽ സ്വാഭാവികമായും അത്തരം കേസുകളിൽ എളുപ്പം ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയതെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നടക്കം ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 5 വർഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ മാത്രമാണ് ശിക്ഷ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ജാമ്യം അതിവേഗം ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങാത്തത്. പക്ഷേ ഇത് ഒറ്റ വകുപ്പ്, ജാമ്യമില്ലാത്ത ഒറ്റ വകുപ്പ് ചുമത്തുന്നു. ആ വകുപ്പ് പോലും പക്ഷേ അത്തരമൊരു ജാമ്യമില്ലാ കുറ്റം ചുമത്തുമ്പോഴും അതിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പോലീസ് പാലിച്ചിട്ടില്ല. നോട്ടീസ് നൽകി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ
നടപടിക്രമമായ 35-ാം വകുപ്പ് ഉറപ്പ് നൽകുന്ന നടപടിക്രമം. ആദ്യം ഒരു പ്രതിയെ നോട്ടീസ് നൽകുക, എന്നിട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ആ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യാൻ മതിയായ കാരണങ്ങളുണ്ട് എങ്കിൽ അറസ്റ്റ് ചെയ്യുക എന്നതാണ്. പക്ഷേ അത്തരമൊരു ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകിയിട്ടില്ല എന്നതാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ACJM കോടതിയിൽ ചൂണ്ടിക്കാണിച്ച കാര്യം. ആ കാര്യം കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കോടതി ACJM കോടതി എടുത്തു ചോദിച്ചതാണ്, നിങ്ങൾ ഈ നടപടിക്രമം പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസിനോട് ACJM കോടതി ചോദിച്ചിരുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണോ അറസ്റ്റ് എന്നടക്കമുള്ള ചോദ്യങ്ങളും കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ പരാതിക്കാരൻ തന്നെ TG മോഹൻദാസ് തന്നെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാദം കോടതിയിൽ ഉയർത്തിയത് SDPI നേതാവാണ് പരാതിക്കാരൻ, രാഷ്ട്രീയ വൈരം തീർക്കുകയാണ് എന്നതാണ്. ഇതിനപ്പുറത്തേക്ക് ലൈംഗിക അധിക്ഷേപങ്ങൾ ഇതിലുണ്ട് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടും ആ ആക്ഷേപങ്ങളിന്മേൽ പോലീസ് അതിനനുബന്ധമായ കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അത് തന്നെയാണ് TG മോഹൻദാസിന് ജാമ്യം ലഭിക്കാൻ കാരണമായത്, അല്ലെങ്കിൽ അതിലേക്ക് നീങ്ങിയത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ കോടതി നടപടികൾ വീക്ഷിച്ച ഒരാൾ എന്ന നിലയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. TV പ്രസാദ് കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. TV പ്രസാദ്, അടുത്ത 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകണമെന്നുള്ളതാണ് ഉപാധികളിലൊന്ന്. തിരുവനന്തപുരത്ത് TG മോഹൻദാസ് തുടരുമോ? തിരുവനന്തപുരത്ത് തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാധു, ഇനിയിപ്പോൾ അത് പുറത്തിറങ്ങിയാൽ മാത്രമേ അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാനും കഴിയൂ. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാവുക എന്നുള്ളത് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തായതുകൊണ്ട് തന്നെ ഇവിടെ തുടരേണ്ടി വരും എന്നുള്ളതാണ്. നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ വലിയ വീഴ്ച പോലീസിന്റെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതാണ്. ഇത്ര ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയിട്ടും അത് പരസ്യമായി ഇപ്പോഴും അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ പേജുകളിൽ തുടരുന്നു എന്നുള്ളതാണ്. അത് നീക്കാൻ പോലും തയ്യാറാകാത്ത ഒരു പ്രതിക്കാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അത് പോലീസിന്റെ വീഴ്ച തന്നെയാണ്. 29/7 അതായത് കഴിഞ്ഞ മാസം 29-ാം തീയതി FIR രജിസ്റ്റർ ചെയ്ത് 11 ദിവസം കാത്തിരുന്ന് ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ നോട്ടീസ് കൊടുക്കാൻ വിട്ടുപോയി. കൃത്യമായ വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് പിഴവുകൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഒടുവിൽ കോടതിയിലെത്തുമ്പോൾ അത് കോടതിക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ജാമ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. TG മോഹൻദാസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയും എല്ലാം കൂടി പോലീസിന്റെ വീഴ്ച കൂടിയാകുമ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിക്കാണണം. എന്തായാലും TG മോഹൻദാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസമാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നാണക്കേടാണ്. കാരണം വർഗീയ വിഷം തുപ്പുന്ന വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരാളെ ഇങ്ങനെ കയ്യിൽ കിട്ടിയിട്ട് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് അന്വേഷണ സംവിധാനത്തിന് വലിയ ക്ഷീണം ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നലെ വൈകിട്ട് ഈ സമയത്തായിരുന്നു കൊച്ചിയിലെ TG മോഹൻദാസിന്റെ വീട്ടിലെത്തി, മട്ടാഞ്ചേരിയിലെ വീട്ടിലെത്തി ഇന്നലെ പോലീസ് പരിശോധന തുടങ്ങിയത്. അതിന് പിന്നാലെ കസ്റ്റഡിയിലെടുക്കുന്നു, തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു. പുലർച്ചെ 1:30 ഇവിടെ എത്തുന്നു. തിരുവനന്തപുരത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാത്രി ദിവസം കഴിച്ചുകൂട്ടുന്നു. ഇന്ന് രാവിലെ 9:55 അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിന് പിന്നാലെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരുന്നു. ഉച്ചയ്ക്ക് 3 മണിയോടടുപ്പിച്ച് തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിയിൽ എത്തിക്കുന്നു. ഇവിടുന്ന് നടപടികൾ പൂർത്തിയാക്കുന്നു. ഒടുവിൽ ജാമ്യം ലഭിക്കുന്നു. ഈ സമയത്ത് 4 or 5 തവണ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരക്ഷരം TG മോഹൻദാസ് പറഞ്ഞില്ല എന്നുള്ളതാണ്. എപ്പോഴും യൂട്യൂബിലായാലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലായാലും വർഗീയ വിഷം തുപ്പുന്ന TG മോഹൻദാസ് ഇന്നലെയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ വാക്കുകൾ ആവർത്തിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകുന്നത്